നമ്മൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2-ാം അധ്യായത്തില് ഞാൻ ഓർപ്പിച്ചതുപോലെ 6 സെക്ഷൻസ് ആണ്. അതില് 4-ാമത്തെ സെക്ഷൻ വാക്യങ്ങൾ 11 തൊട്ട് 14 വരെയാണ്. ഗലാത്യ ലേഖനത്തിലെ 6 സെക്ഷൻസില് 4-ാമത്തെ സെക്ഷൻ 11 തൊട്ട് 14 വാക്യങ്ങൾ. അതിൽ 11-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ഒന്നുകൂടി അതൊന്ന് വായിക്കട്ടെ. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. ഈ ദൈവഭാഗത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു സഭയിൽ തെറ്റും ദുരുപദേശങ്ങളും കടന്നു വരും, അനാചാരങ്ങൾ കടന്നു വരും. അത് കാണുമ്പോൾ അത് തെറ്റാണ്, കുറ്റമാണ്, ദുരുപദേശമാണ്, അനാചാരമാണെന്ന് മനസ്സിലാകുന്ന ആളുകൾ അതിനെതിരെ സംസാരിക്കും. എന്നാൽ സംസാരിക്കുമ്പം ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് ലംഘിക്കാതെ വേണം നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈ പെരുമാറ്റച്ചട്ടം ഈ ലോകത്തിന്റെ ഒരു രീതിയാണ്, ക്രിസ്തു സഭയുടെയും ഒരു രീതിയാണ്. ക്രിസ്തു സഭയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പലയിടത്ത് പറയുന്നുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കും. അപ്പൊ പത്രോസ് പൗലോസിനേക്കാൾ സീനിയർ ആയിരുന്നു. എന്നാൽ പത്രോസ് കപടം കാണിച്ചപ്പോൾ പൗലോസ് പത്രോസിനെ തിരുത്തി. തിരുത്തിയപ്പം ഫോളോ ചെയ്ത പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ഉദാഹരണമാണ് പത്രോസ് എന്ന് പറയുന്നതിന് പകരം കേഫാവ് എന്ന് പറയുന്നത്. പത്രോസിന്റെ പെറ്റ് നെയിം ആയിരുന്നു കേഫാവ് എന്ന്. പൗലോസ് പത്രോസിനോടുള്ള സ്നേഹത്തിന്റെ കാരണം കൊണ്ടും തന്നെക്കാൾ പ്രായത്തിൽ സീനിയർ, സഭയിൽ സീനിയർ ആയിട്ടുള്ള പത്രോസിനോട് അത്ര അടുപ്പം ഉണ്ടായിട്ടാണ് പത്രോസിനെ കേഫാവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് കേഫാവും വായിക്കാൻ പോവാന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ സ്നേഹത്തോടെയാണ് പൗലോസ് തിരുത്തി, മുഖത്ത് നോക്കി, ഒരയവും ഇല്ലാതെ തിരുത്തിയെങ്കിലും സ്നേഹത്തോടെയാണ് തിരുത്തിയെന്ന് നാം ഇവിടെ കാണുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ. യാക്കോബ് എന്ന് പറഞ്ഞാൽ യെരുശലേമാണ് ആദ്യ സഭയുടെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഉപദേശ വിഷയത്തിൽ ആദ്യത്തെ സുന്നഹദോസ് കൂടിയതും യെരുശലേമിലായിരുന്നു. അവിടെ കൂടി ദൈവത്തിന്റെ പ്രവർത്തനവും പെന്തിക്കോസ്ത് നാള് തൊട്ടുള്ള ദൈവാത്മാവിന്റെ പ്രവർത്തനവും പെന്തിക്കോസ്ത് നാള് തൊട്ട് ദൈവാത്മാവ് പല രീതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പത്രോസ് ഒരു തുപ്പട്ടി ദർശനത്തിൽ കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ദൈവാത്മാവിന്റെ നിറവിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാണ് ആദ്യ സഭ അല്ലെ യെരുശലേം സഭ പല വിഷയങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതൊരു പുതിയ യുഗമാണ്. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു പ്രവചനവുമില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ 3.5 വർഷങ്ങളിൽ 1-2 പ്രാവശ്യം സഭ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തെങ്കിലും ഈ സഭ എന്താണെന്നും അതിന്റെ നിയമങ്ങൾ എന്താണെന്നും പെരുമാറ്റച്ചട്ടം എന്താണെന്നും പഴയ നിയമവും സഭയും തമ്മിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗവും സഭയും തമ്മിൽ അന്തരം എന്തായിരിക്കുമെന്ന് കർത്താവ് ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയും പീസസ് ആയിട്ട് വെളിപ്പെടുത്തിയതെല്ലാം കൂടെ യെരുശലേമിൽ ചെന്നായിരുന്നു ഇവർ എല്ലാം കൂടെ തുലനം ചെയ്ത് നോക്കി ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നത്. യെരുശലേം അങ്ങനെ ആദ്യ സഭയുടെ കേന്ദ്രമായിരുന്നെങ്കിലും ദൈവത്തിൽ നിന്നുള്ള പുതിയ നിയമ സത്യങ്ങളെ മനസ്സിലാക്കുന്ന ആദ്യ ഗ്രൂപ്പ് ആയിരുന്നെങ്കിലും ആ പുതിയ നിയമ സത്യങ്ങളെ മുറുകെ പിടിക്കുകയും ആ പുതിയ നിയമ സത്യങ്ങളെ ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നെങ്കിലും ആ സഭയിലും ഉണ്ടായിരുന്നു ചില ദുരുപദേഷ്ടാക്കന്മാർ. ഈ ദുരുപദേഷ്ടാക്കന്മാർ വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, പരിച്ഛേദനയുടെ ഏറ്റെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അവർ കുറച്ച് സ്വാധീനമുള്ളവരാണ്. അങ്ങനെ അവർ വന്നപ്പോൾ പത്രോസിന് പേടിയായി. ആരെയും പേടിയില്ലാത്ത ശിഷ്യനായിരുന്നു പത്രോസ്, ഒന്നിനെയും പേടിയില്ലാത്തവനായിരുന്നു. കർത്താവിന്റെ കല്ലറയിൽ ആദ്യം കയറിപ്പോയനായിരുന്നു പത്രോസ്. വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന കർത്താവ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇന്നാ ഞാനിവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞവനാണ് പത്രോസ്. അത് കഴിഞ്ഞ് പേടിച്ചെന്നുള്ളത് ശരിയാണെങ്കിലും വലിയ ധൈര്യമുള്ളവനായിരുന്നു. ആൻഡ് ഫൈനലി ജീവിതാന്ത്യത്തിൽ പത്രോസിനെ ക്രൂശിച്ചപ്പോൾ എന്റെ ക്രിസ്തുനാഥൻ ക്രൂശിക്കപ്പെട്ട രീതിയിൽ ക്രൂശിക്കപ്പെടുവാൻ അർഹത ഉള്ളവനല്ല ഞാൻ, ക്രിസ്തുനാഥനെ തള്ളിപ്പറഞ്ഞവനാ ഞാൻ, അതുകൊണ്ട് എന്നെ അപ്സൈഡ് ഡൗൺ ക്രൂശിക്കണമെന്ന് പറഞ്ഞ ആളാണ് പത്രോസ്. അങ്ങനെ പത്രോസിന്റെ തല കീഴോട്ടും കാലുമേഴോട്ടും ക്രൂശിച്ചെന്നാണ് ഇൻഫോർമേഷൻ ലഭിച്ചിരിക്കുന്നത്. ഓറൽ ഹിസ്റ്ററിയിൽ നിന്ന്
നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പത്രോസ് പോലും യെരുശലേമിൽ നിന്ന് ചില ദുരുപദേഷ്ടാക്കന്മാർ വന്നപ്പോൾ പേടിച്ചുപോയി. അവർ വരുന്നതിന് മുമ്പ് ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ഇവർ വിശ്വാസികളായിരുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് വിശ്വാസികളെന്നോ യെരുശലേമിൽ നിന്ന് വന്ന വിശ്വാസികളെന്നല്ല, ഇവരെക്കുറിച്ച് പരിച്ഛേദനക്കാരെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം സത്യസുവിശേഷം വ്യക്തമായിട്ട് മനസ്സിലായിട്ടും വിജാതീയരും യഹൂദന്മാരും തമ്മിലുള്ള അന്തരം മാറ്റപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടും ആ അന്തരം മാറ്റപ്പെട്ടു എന്നുള്ള സന്ദേശം പത്രോസിൽ കൂടെ, സാക്ഷാൽ പത്രോസിൽ കൂടെയാണ് വന്ന്. എന്നിട്ട് പോലും പത്രോസ് പേടിച്ചുപോയി. ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ ഈ പുതിയ നിയമ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് പത്രോസിനോട് പറഞ്ഞിരുന്ന സ്വർഗലോകത്തിന്റെ അല്ലേല് സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് പെന്തിക്കോസ്ത് നാളിൽ ഇതാണ് യോയൽ പ്രവാചകൻ പറഞ്ഞെന്നുള്ളത് പത്രോസിൽ കൂടെ വെളിപ്പെടുത്തി. അത് കഴിഞ്ഞ് യഹൂദനും യവനനും തമ്മിലുള്ള അന്തരം മാറ്റപ്പെട്ടു എന്ന് പത്രോസിൽ കൂടെ ഒക്കെ ദൈവം വെളിപ്പെടുത്തിയെങ്കിലും പത്രോസ് ഭയന്നുപോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1-ാം നൂറ്റാണ്ട് തൊട്ടേ ക്രിസ്തു സഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ഏറ്റവും ദൈവത്തോടും സത്യത്തോടും അടുത്ത് ജീവിച്ചിരുന്ന യെരുശലേം സഭയിൽ പോലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ദൈവം യഹൂദന്റെ യവനന്റെ അന്തരം മാറ്റിയിരിക്കുന്നു എന്ന് തുറന്ന് പ്രഖ്യാപിച്ച യെരുശലേം സഭയിൽ പോലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത് പത്രോസ് പോലുള്ള ഒരു സീനിയർ വ്യക്തി പോലും പേടിച്ചുപോയി. കാരണം ദുരുപദേഷ്ടാക്കന്മാർ ക്രിസ്തു സഭയിൽ കടന്നു വന്ന് അവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് അവർക്ക് വളരെ വ്യക്തമായതുകൊണ്ട് അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ശിഥിലീകരണം, സഭയിൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശിഥിലീകരണം യാതൊരു തടസ്സം ഇല്ലാതെ ചെയ്യുവാൻ വേണ്ടി അവർ സഭയിൽ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവരെ ഓർക്കുന്ന, അയ്യോ എന്തൊരു സ്നേഹമുള്ള സഹോദരൻ, ഇവിടെ ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓടി വരും, ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും സഹായിക്കുന്നു, അങ്ങനൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നെങ്കിലും ആക്ച്വലി അവർ ചെയ്യുന്നത്, അവർക്ക് ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് ഒരു നിഗൂഢ ലക്ഷ്യമുണ്ട്. ആ നിഗൂഢ ലക്ഷ്യത്തിന്റെ കാരണം കൊണ്ട് അവർ ക്രിസ്തു സഭയെ സ്വാധീനിച്ച് അവരുടെ ദുരുപദേശങ്ങൾ പഠിപ്പിക്കാനാണ് അവർ ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു നിഗൂഢ ലക്ഷ്യമുള്ളത് കൊണ്ട് നമ്മളാരും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ, നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ, നമ്മളാരും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ ദുരുപദേഷ്ടാക്കന്മാർ ക്രിസ്തു സഭയിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ് ക്രിസ്തു സഭയിൽ സത്യം അറിയാവുന്നവരും സത്യത്തെ പ്രഖ്യാപിച്ചിരുന്നവരും ഭയന്നു പോകാവുന്ന രീതിയിലുള്ള സ്വാധീനം അവർ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് കർത്താവുമായിട്ട് ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന പത്രോസ്, ഇത് യോയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിറവേറിയതാന്ന് പറഞ്ഞ പത്രോസ്, യഹൂദനും യവനനും തമ്മിൽ യാതൊരു അന്തരമില്ലെന്ന് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് വെളിപ്പാട് ലഭിച്ച പത്രോസ് ഈ കുറച്ചുപേരെ കണ്ടു കഴിഞ്ഞപ്പോ പേടിച്ചുപോയി. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പത്രോസ് എന്തുകൊണ്ട് പേടിച്ചെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പത്രോസ് പേടിച്ചെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളോട് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ ഭയത്തിന്റെ കാരണം കൊണ്ട് അവരുടെ ദുരുപദേശത്തെ എതിർക്കുവാനോ ദുരുപദേശത്തെ ഖണ്ഡിക്കുവാനോ ദുരുപദേശം എന്ന് മുദ്ര കുത്തുവാനോ ആളുകൾ തയ്യാറാകത്തില്ല. അതിന് പല രീതിയിലുള്ള ഒഴികഴിവുകൾ നമ്മൾ കണ്ടുപിടിക്കും. അതിലൊന്നും ആരും വിശ്വസിക്കുന്നില്ല. സത്യം എന്ത് എന്ന് എല്ലാവർക്കും അറിയാം, സത്യം അങ്ങ് പഠിപ്പിച്ചാൽ മതി, അപ്പൊ അസത്യ ആളുകൾ മനസ്സിലാക്കും. ഇതെല്ലാം വെറും എക്സ്ക്യൂസസ് ആണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രായമായി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം എക്സ്ക്യൂസസ് ആണ്. ബേസിക്കലി ഇതിന്റെ എല്ലാം പുറകിലുള്ളത് ഭയമാണ്. എന്തുകൊണ്ട് ഭയം? സത്യം പ്രഖ്യാപിക്കാൻ വേണ്ടി എന്ത് ഭയം? രണ്ട് കാരണം. ഒന്ന്, ദുരുപദേഷ്ടാക്കന്മാർ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്വാധീനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് സത്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ ഏത് രീതിയിലും കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ 2000 വർഷങ്ങളുടെ ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്. സത്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ
അസത്യം പറഞ്ഞ്, നുണ പറഞ്ഞ്, ഇല്ലാത്ത സ്റ്റോറീസ് ഉണ്ടാക്കി ഇല്ലായ്മ ചെയ്യുക, അത് അവരുടെ ഒരു സ്വഭാവമാണ്. പത്രോസ് പോലും അതുകൊണ്ട് പേടിച്ചുപോയി. എന്നാൽ പൗലോസ് ഒരു ഭയവുമില്ലാതെ ഡയറക്ട്ലി പത്രോസിനെ ശാസിച്ചതായിട്ട് നാം കാണും. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളോട് നോട്ട് ചെയ്യണം. ഒന്ന്, അവർ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. യേശു 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 കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. ബൈബിൾ അവര് സാധാരണ കയ്യിൽ എടുക്കാറില്ല. ബൈബിളിൽ നല്ല അറിവും പരിജ്ഞാനവും ഉണ്ടാവും, ബൈബിൾ എടുക്കാറില്ല. കാരണം ബൈബിൾ അവർക്ക് അനാഥമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല, അവർ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു, ദൈവ മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് അനാഥമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അവര് ക്രിസ്തു സഭയിൽ കടന്നു വരുന്നത് ക്രിസ്തു സഭയിലുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മളെ അടിമകൾ ആക്കുവാൻ വേണ്ടിയാണ്. ദൈവാത്മാവ് ഗലാത്യ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലും ഇക്കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. യൂദായുടെ ലേഖനം ഒരു സ്റ്റെപ്പ് കൂടെ കടന്നുപോയിട്ട് അവരുടെ ദൈവം അവരുടെ വയറാണെന്ന് പറയാം. അല്ലെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ ക്രിസ്തു സഭയിൽ വന്നത് സുഖലോലുപത നിറഞ്ഞ ജീവിതം നയിക്കുവാൻ വേണ്ടി. ആൻഡ് വേർപാട് സഭയിൽ വളരെ വ്യക്തമായിട്ട് ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ അവരുടെ കണ്ടംപററീസിനേക്കാൾ അധികം ധനികന്മാരും വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കാരണം അവർക്കൊരു നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. സഭയിൽ വന്ന് അധികം താമസിക്കാതെ ആ ലക്ഷ്യം പ്രാപ്തിയായി കഴിയുമ്പോൾ പിന്നെ അവർ ഒരു സൈഡിൽ നിന്ന് ദുരുപദേശം ഇറക്കുമതി ചെയ്യും, മറുവശം സഭയെ ചൂഷണം ചെയ്ത് സുഖമായിട്ട് ഒരു ആഡംബര ജീവിതം നയിക്കും. അവർ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എല്ലാ കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വാധീനം വളരെയധികമാകും. അവർക്ക് ആരെ വേണമെങ്കിലും ഒടുക്കാൻ സാധിക്കും, ആരെ വേണമെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. നുഴഞ്ഞു കയറി അട്ടിമറിയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പത്രോസ് പേടിച്ചു. എന്നാ പത്രോസിനെ ആവശ്യം വന്നപ്പോൾ പത്രോസിന്റെ മുഖത്ത് നോക്കി പൗലോസ് എതിർത്തതായിട്ട് കാണുന്നു. ക്രിസ്തു സഭയിൽ ഏത് ദുരുപദേശം വന്നാലും അതിനെ എതിർക്കേണ്ടത് ആവശ്യമാണ്. സമയത്ത് എതിർത്തില്ലെങ്കിൽ അതൊരു വിഷവിത്ത് പോലെ ഇങ്ങനെ വേർപാട് സഭകളിൽ അല്ലെങ്കിൽ ക്രിസ്തു സഭകളിൽ കിടക്കും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കും. 1960കളിലാണ് ഹിന്ദു ദേവനായ പ്രജാപതി ക്രിസ്തു ആണെന്ന് ചിലർ പറഞ്ഞു തുടങ്ങിയത്. അത് സ്പ്രെഡ് ചെയ്ത് 1994-95 ആയപ്പോഴത്തേക്ക് വേർപാടുകാര് വിളിച്ചുകൂട്ടിയ ഒരു മീറ്റിംഗിൽ ഓം ശാന്തി ശാന്തി എന്നുള്ള പ്രാർത്ഥനയെ ചൊല്ലിയത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. പ്രജാപതി ഭക്തന്മാർ, വേർപാടുകാരുടെ ഇടയ്ക്കുള്ള പ്രജാപതി ഭക്തന്മാർ 1994-95 കാലയളവിൽ വിളിച്ചുകൂട്ടിയ ഒരു മീറ്റിംഗിൽ ഓം ശാന്തി ശാന്തി എന്നുള്ള പ്രാർത്ഥനയെ ചൊല്ലിയത്. 60കൾ തൊട്ട് 90കൾ വരെ ഈ ദുരുപദേശത്തെ ആരും എതിർക്കാഞ്ഞതിന്റെ കാരണം കൊണ്ട് 95 ഞാൻ അതിനെ എതിർക്കുകയും ക്രിസ്തുവും പ്രജാപതി എന്നും പറഞ്ഞ ഒരു പുസ്തകം റിലീസ് ചെയ്തെങ്കിലും അപ്പോഴത്തേക്ക് രോഗം വളരെയധികം വ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇടയ്ക്കൊന്ന് മാറിപ്പോയെങ്കിൽ ഇന്നും അതിന്റെ വിഷവിത്ത് കിടപ്പുണ്ട്. 4 ആഴ്ച മുമ്പ് നമ്മുടെ ഒരു സുവിശേഷകൻ എനിക്ക് അയച്ചു തന്ന പുസ്തകമായിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിലുള്ള യാഗങ്ങൾ എന്നും പറഞ്ഞ് ആക്ച്വലി വേദങ്ങളിലുള്ള യാഗവും ബൈബിളിലുള്ള യാഗവും എല്ലാം ഒന്നാണെന്ന് സ്ഥാപിക്കാൻ നോക്കിയിരിക്കുന്നത് പഞ്ചാബിൽ നിന്നൊരു സുവിശേഷകൻ അയച്ചു തന്നതാണ്. സോ 1995 പ്രജാപതി ക്രിസ്തു അല്ലെന്ന് ഞാൻ പറയുകയും ഒരു പുസ്തകം റിലീസ് ചെയ്യുകയും ചെയ്തെങ്കിലും 2024 ഏകദേശം 28 വർഷം കഴിഞ്ഞിട്ടും പ്രജാപതി നമ്മുടെ മധ്യന്ന് മാറിപ്പോയിട്ടില്ല, അല്ലെ ചിലരുടെയൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അങ്ങനെയാണ് പഞ്ചാബിൽ നിന്നുള്ള ആ സുവിശേഷൻ എനിക്ക് എഴുതി, ബ്രദറെ, ഹിന്ദു വേദങ്ങള് യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ക്രൂശിയാഗത്തെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. അത് തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങനല്ല ബ്രദറെ, ബ്രദർ വായിച്ചു നോക്കണം എന്നും പറഞ്ഞ് പുള്ളി ഫ്രീ ആയിട്ട് അയച്ചതാണ്. ഞാൻ കാശ് കൊടുത്തൊന്നുമല്ല. 300 രൂപയുടെ ഈ പുസ്തകം പുള്ളി പോസ്റ്റേജും ചെലവാക്കി എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു. ദുരുപദേശം അല്ലെ ദുരുപദേശത്തിന്റെ വിഷവിത്ത് സഭയിൽ വരുമ്പോൾ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ക്യാൻസറിന്റെ കാര്യം പോലെയാണ്. ഒരു ട്യൂമർ മാറ്റുമ്പോഴാണ്, വയർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ബാക്കി അവയവങ്ങളിലെല്ലാം വ്യാപിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് മാറ്റിയത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരാശ്വാസം ലഭിച്ചു, ഹായി ആയിട്ട് ലഭിക്കത്തില്ല. ഈ വ്യക്തി അധികം താമസിക്കാതെ കടന്നു പോകും. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു തെറ്റ്, ഒരു ദുരുപദേശം കണ്ടു കഴിഞ്ഞാൽ അത് എതിർക്കുന്നത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്,
പ്രാണിക് ഹീലിംഗ് എന്നും പറഞ്ഞ സാത്താന്യ സിസ്റ്റം വേർപാട് സഭകളിൽ ചിലരെ വലിച്ചു കൊണ്ടുവന്നപ്പം അത് ചില സഹോദരിമാരും എതിർത്തത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സഭയിലൊക്കെ പല സഹോദരിമാര് ശക്തമായിട്ട് എതിർത്തു. എന്നാൽ പ്രൈവറ്റ് ആയിട്ടാണ് എതിർത്തത്. കാരണം അവർക്ക് ടീച്ചിങ് ഇല്ല, പുൾപിറ്റ് ഇല്ല. അവരിൽ പലരെ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു, ജോൺസൺ ബ്രദറെ ഇത് ആഭിചാരമാണ്, ഇതിനെക്കുറിച്ച് ജോൺസൺ ബ്രദർ എഴുതണം. അക്കാര്യത്തിൽ ഞാൻ ഈ സഹോദരിമാരെ വളരെ അനുമോദിക്കുന്നു. അറ്റ്ലീസ്റ്റ് സാത്താന്യ ഒരു പ്രാക്ടീസ് നമ്മുടെ ഇടയ്ക്ക് വന്നപ്പോൾ അവർ അത് സാത്താന്യമാണെന്ന് മനസ്സിലാക്കി അതിനെ എതിർത്തു. എന്നാൽ വേർപാട് സഭകളിൽ കടന്നു വരുന്ന പല ദുരുപദേശങ്ങളെ നമ്മൾ എതിർക്കാറില്ല. ഒന്നീ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കും, അല്ലെങ്കിൽ ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ സ്വാധീനത്തെ പേടിച്ച് മാറി നിൽക്കും. 1 തിമോത്തിയോസ് 5:20 പറയുന്നത്, 1 തിമോത്തിയോസ് 5:20, ഐ എം സോറി, ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച വാക്യം തെറ്റിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി 11:2-3. അപ്പോസ്തല പ്രവൃത്തി 11:2-3. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു. അഗ്രചർമ്മികളും പരിച്ഛേദന ലഭിച്ച യഹൂദന്മാരും തമ്മിലുള്ള അന്തരം മാറ്റിക്കളഞ്ഞിരിക്കുന്നെന്ന് പത്രോസിനാണ് ദൈവാത്മാവ് ആദ്യം വെളിപ്പെടുത്തി കൊടുത്തത്. പത്രോസ് അക്കാര്യം ഇവിടെ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത്, വിജാതിയരുടെ കൂടെ പത്രോസ് ഭക്ഷിച്ചപ്പോഴത്തേക്ക് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള ചിലർ പരീശന്മാര് അവർ പത്രോസിനെ എതിർത്തായിട്ട് നാം കാണുന്നു. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അത് വ്യക്തമാകും. 14-ാം വാക്യത്തിൽ വരുമ്പോൾ അത് വ്യക്തമാകും. പത്രോസ് തെറ്റ് ചെയ്തപ്പോൾ പൗലോസ് പത്രോസിനെ എതിർത്തു. പത്രോസ് പറഞ്ഞ മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:28. അപ്പോസ്തല പ്രവൃത്തി 10:28 നാം വായിക്കുന്നത്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. പത്രോസിൽ കൂടെയാണ് ഈ വെളിപ്പാട് വന്നത്. എന്നിട്ട് പോലും ആ പത്രോസ് പോലും പേടിച്ചു പോയെന്ന് ഓർപ്പിക്കണം. ഇതേ കാര്യം പുതിയ നിയമത്തിൽ പലയിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. യഹൂദനും യവനനും തമ്മിലുള്ള അന്തരമില്ല. അതുകൊണ്ട് അന്തരം ഉണ്ടെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അത് ദുരുപദേശമാണ്. കൊലോസ്യ ലേഖനം 3:11 കൊലോസ്യ ലേഖനം 3:11 അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനെ അഗ്രചർമ്മം എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. സോ പുതിയ നിയമ ഉപദേശം പത്രോസിൽ കൂടെ ദൈവം ആദ്യമായിട്ട് വെളിപ്പെടുത്തിയെങ്കിലും അത് കഴിഞ്ഞ് എല്ലാ ലേഖനങ്ങളിലും ആ വിഷയം ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ അന്തരങ്ങൾ ഒന്നും ഇല്ല. അത് ദൈവം ഇല്ലാതെ ആക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് അന്തരം ഉണ്ടെന്നോ അല്ലാതെ മറ്റേതെങ്കിലും ദുരുപദേശം ആരെങ്കിലും ക്രിസ്തു സഭയിൽ കൊണ്ടുവന്നാൽ നമ്മൾ അത് എതിർക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് വിശ്വാസികളെല്ലാം ഓർത്തിരിക്കണം. ആ വിഷവിത്ത് അത് നമ്മുടെ ഇടയ്ക്ക് അത് വിതയ്ക്കുമ്പോൾ തന്നെ അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലമുണ്ടാകും. അതുകൊണ്ടാണ് പ്രജാപതി ക്രിസ്തു അല്ല എന്നുള്ള വിഷയം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. 29 വർഷം മുൻപാണ് ഞാൻ ആ ക്യാമ്പയിൻ ചെയ്തത്. അതിന് എനിക്ക് കണ്ടമാനം വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്നും അവിടെ ഇവിടെയും പ്രജാപതി തല പൊക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിശ്വാസികൾ മനസ്സിലാക്കും. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 നമുക്ക് പോകും. ഞാൻ ഓർപ്പിച്ചതുപോലെ 11-13 ഓർപ്പിക്കുന്നത് സഭയിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള സഹോദരന്മാർക്ക് പോലും തെറ്റ് ചെയ്താൽ തിരുത്തൽ ആവശ്യമാണ്. പത്രോസോ കപടം ചെയ്തു. 13-ാം വാക്യം നാം വായിക്കുന്നത്, ശേഷം യഹൂദന്മാര് അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നായകന്മാരെ യുദ്ധക്കളം വിട്ട് ഓടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും യുദ്ധക്കളം വിട്ട് ഓടും. ഇന്നൊന്നും പണ്ടത്തെ കാലത്ത് പോലുള്ള മുഖാമുഖ യുദ്ധമില്ല. പണ്ടത്തെ കാലത്തെ ഈ മുഖാമുഖ യുദ്ധത്തില് നായകനായിരുന്നു മുൻപിൽ പോകുന്നത്. എന്നാൽ അതേ സമയത്ത് നായകന്റെ ചുറ്റിനും ചില സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നായകൻ എന്ന് വരെ ആ യുദ്ധകളത്തിൽ എപ്പോൾ വരെ നിന്ന് യുദ്ധം ചെയ്യും, തന്റെ കൂടുള്ള ആളുകൾ അതുപോലെ തന്നെ നിന്ന് യുദ്ധം ചെയ്യുമായിരുന്നു. എന്നാൽ നായകൻ ഓടിയാൽ പടയാളികളും ഓടുമായിരുന്നു. പഴയ നിയമത്തിലെ ചരിത്ര സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ ചിലയിടത്ത് രാജാവ് ഓടി, രാജാവിന്റെ പുറകെ
അല്ലെ ഓഫീസേഴ്സ് ഓടി, അവരുടെ പുറകെ ബാക്കി ആളുകൾ ഓടിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 1800 വരെ, ഈവൻ 1900 ഇല്ല, 1800 വരെ വാളും കൊണ്ടുള്ള യുദ്ധമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലും. ഗൺസ് വന്നു കഴിഞ്ഞാണ് അത് മാറിപ്പോയത്. തോക്കുകൾ വന്നു കഴിഞ്ഞിട്ടും ആ ഫേസ് ടു ഫേസ് ഉള്ള വെടിവെപ്പായിരുന്നു അന്നുണ്ടായിരുന്നു. ഇന്നാണ് സിറ്റുവേഷൻ മാറിയത്. അതിലെ ലീഡർ നിൽക്കുന്നതിനനുസരിച്ചായിരുന്നു ബാക്കി ആളുകൾ, ഭടന്മാര് നിൽക്കുന്നത്. ലീഡർ ഓടിയാൽ, പേടിച്ചോടിയാൽ ഭടന്മാരും ഓടുമാർ. ഗലാത്തിയയിൽ അതാണ് സംഭവിച്ചത്. അന്ത്യോക്യയില് പത്രോസ് യെരുശലേമിൽ നിന്ന് വന്ന പരിച്ഛേദനവാദികളെ കണ്ടപ്പോൾ പേടിച്ചുപോയി. കാരണം യെരുശലേമിൽ അവരുടെ സ്വാധീനം വളരെ അധികമായിരുന്നു. പത്രോസ് പേടിച്ച് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ശേഷി യഹൂദന്മാർ അവനോട് കപടം കാണിച്ചു. പത്രോസും ശേഷി യഹൂദന്മാരോട് കപടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ കൂടെ പ്രവർത്തിച്ച ബർന്നബാസ് ഒത്തിരി സ്ട്രോങ് ഒരു വ്യക്തിയായിരുന്നു. ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകാൻ ഇടവന്നു. സോ പത്രോസ് തൊട്ട് എല്ലാ വിശ്വാസികളും ബർന്നബാസും ആ കപടത്തിൽ പെട്ടുപോയി. കാരണം നയിക്കുന്ന ആൾ ഭയന്നു പോയാൽ നയിക്കപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഭയപ്പെടും. നയിക്കുന്ന ആൾ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയാൽ ബാക്കി ആളുകളും ഓടും. ഇവിടെ സഹോദര സഹോദരിമാരുടെ ഇടയ്ക്ക് ക്രിസ്തു സഭയിൽ ലീഡർഷിപ്പ് പൊസിഷൻ ദൈവം നൽകിയ പലരുണ്ട്. നിങ്ങൾ ചോദിക്കും, സഹോദരിമാർക്ക് ലീഡർഷിപ്പ് ഉണ്ടോ? വേദോസ്തം വ്യക്തമായിട്ട് വായിക്കണം. കാരണം അവിടെ സീനിയർ സഹോദരിമാരെ ജൂനിയർ സഹോദരിമാരെ നയിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അമ്മമാര് അവരുടെ കുട്ടികളെ നയിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സഭാ മൂപ്പന്മാര് മാത്രമല്ല, നമ്മൾ ആരെയെങ്കിലും പഠിപ്പിക്കുന്നു അല്ലെ പഠിപ്പിക്കാൻ നമുക്ക് ചുമതല ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നയിക്കുന്നവരാണ്. ലീഡർഷിപ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാരണം അവർ ലീഡർഷിപ്പ് വിട്ട് ഓടിയാലോ അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അവർ മറ്റ് ധാരാളം ആളുകളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അതിൻ്റെ പണിഷ്മെന്റ്, ശിക്ഷാവിധി വളരെ സീരിയസ് ആയിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസികൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതില് ആദ്യത്തേത് നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 15:33. 1 കൊരിന്ത്യർ 15:33. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു, പാടില്ലാത്ത രീതിയിലുള്ള കൂട്ടുകെട്ട് സദാചാരത്തെ ഇല്ലാതെയാക്കുന്നു. സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം അത് തന്നെയാ പറയുന്നത്. സദൃശ്യവാക്യത്തിൽ പല വാക്യങ്ങൾ അത് പറയുന്നത്. ഇവിടെ 1 കൊരിന്ത്യറിലെ നമ്മൾ വായിക്കുന്ന ഈ വാക്യം സഭയിലുള്ള ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ദുർഭാഷണം, അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ബാഡ് കമ്പനി, പാടില്ലാത്ത കൂട്ടുകെട്ട്, ദുരുപദേഷ്ടാക്കന്മാരുമായിട്ട് പാടില്ലാത്ത കൂട്ടുകെട്ടും അവരുമായിട്ട് ആവശ്യമില്ലാത്ത ആശയവിനിമയം നമ്മുടെ സദാചാരത്തെ പോലും ഇല്ലാതെ ആക്കുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഒരു വ്യക്തി പഠിപ്പിക്കുന്നത് ദുരുപദേശമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ആ വ്യക്തി എത്ര ധനികനാണെങ്കിലും, എത്ര വാഗ്മിയാണെങ്കിലും, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും, തനിക്ക് എത്ര ജനാധാരം ഉണ്ടെങ്കിലും ചെന്ന് ആ വ്യക്തിക്ക് കൈമുത്താൻ വിശ്വാസികൾ ശ്രമിക്കരുത്. അത് വിശ്വാസികളുടെ ജീവിതം ഇല്ലാതാക്കും. ദുരുപദേഷ്ടാവിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും. പ്രോവേർബ് സദൃശ്യവാക്യം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ആയത്, പെട്ടെന്ന് സദൃശ്യവാക്യം ഓർമ്മ വന്നില്ല. ദൈവജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സദൃശ്യവാക്യം 1-10. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഈ പാപികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവര് മാത്രമല്ല പാപികൾ. യൂദായുടെ ലേഖനം വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയ്ക്കും പാപികളുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് അങ്ങനെയുള്ളവരും പാപികളുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാതെ നടക്കുന്ന ആളുകൾ ഏതായാലും പാപികളാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകളുടെ ഇടയ്ക്കും പല പാപികളുണ്ട്. അവര് വശീകരിച്ചാൽ വഴിപ്പെട്ട് പോകരുത്. മനസ്സിലാക്കണം, അവർ നമ്മളെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള വാക്യമാണെങ്കിലും ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനം 1-ന്റെ 10 നാം വായിക്കുന്നത്,
ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഈ ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവരെ സന്തോഷിപ്പിച്ചിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ദുരുപദേശത്തിനെതിരെ ഞാൻ ചില ലേഖനങ്ങൾ എഴുതി. ഒരു യുവ സുവിശേഷകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അച്ചായൻ എഴുതിയത് ഇന്ന വ്യക്തിക്ക്, എന്നെക്കാൾ സീനിയർ ഒരു വ്യക്തിയാണ്, ഇന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് അച്ചായൻ അറിയാമോ? ഞാൻ ചോദിച്ചു, അറിയാമെങ്കിൽ എന്നാ, അറിയത്തില്ലെങ്കിൽ എന്നാ? അതെ, ആ അച്ചായന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ജോൺസൺ അങ്കിള് ആ ദുരുപദേശത്തെ ഖണ്ഡിക്കാൻ പാടില്ല. വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ജോൺസൺ അച്ചായൻ ഒരു ദുരുപദേശത്തെ ഖണ്ഡിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അങ്ങനെ ആ ദുരുപദേശത്തെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ ഇന്ന അച്ചായന്, നമ്മുടെ ഇടയ്ക്ക് സ്വാധീനമുള്ള ഇന്ന അച്ചായൻ അത് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ജോൺസൺ അങ്കിൾ ആ വിഷയം എഴുതാൻ പാടില്ല. അതാണ് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാരുടെ സ്വാധീനം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ദുരുപദേഷ്ടാക്കന്മാരെ പ്രസാദിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ശ്രമിക്കും. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായ അനുഭവമാണ്, ഇന്ന സഹോദരന് ഇഷ്ടമില്ല അതുകൊണ്ട് അച്ഛൻ എഴുതാൻ പാടില്ല. ഒന്നിലധികം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഇതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ളത്. നിങ്ങളും ഇക്കാര്യങ്ങൾ മറക്കാൻ പാടില്ല. നമ്മൾ ദുരുപദേശത്തെ ദുരുപദേശം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്പോസിഷൻ വന്നിരിക്കും എന്നുള്ളത് മനസ്സിലാക്കും. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഈ സെക്ഷനിലെ ലാസ്റ്റ് വാക്യം. ഈ സെക്ഷൻ ഓർപ്പിക്കുന്നത് ക്രിസ്തു സഭയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ളവർക്കും ചിലപ്പോൾ തിരുത്തൽ വേണ്ടി വരും. അതിന്റെ അത് 11 തൊട്ട് 14 വരെയാ. 14-ൽ നാം വായിക്കുന്നത്, അവർ, പത്രോസ്, ശേഷവിശ്വാസികൾ, ബർന്നബാസ്, അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞു. എല്ലാവരോടും എന്താ പറയാത്തത്? അതിനൊരു കാരണമുണ്ട്. ലീഡർ തെറ്റിയാൽ എല്ലാവരും തെറ്റും, ലീഡറിനെ തിരുത്തിയാൽ എല്ലാവരും തിരുത്തപ്പെടും. അതുകൊണ്ട് എല്ലാവരും കേൾക്കെ, രഹസ്യത്തിലല്ല, എല്ലാവരും രഹസ്യത്തിൽ തിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്, എന്നാൽ പരസ്യത്തിൽ തിരുത്തേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. അത് തമ്മില് അന്തരം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമുക്ക് പരിജ്ഞാനം നൽകട്ടെ. അപ്പൊ അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. പിന്നെയും ആ കേഫാവ് എന്നുള്ള ആ സ്നേഹത്തിൽ ഉപയോഗിക്കുന്ന പേരാണ് ഉപയോഗിക്കുന്നത്. കാരണം പത്രോസിനോട് വ്യക്തിപരമായ എതിർപ്പ് ഒന്നുമില്ലായിരുന്നു. ഉപദേശത്തിലുള്ള ആ ആശയം കൊണ്ട് ആശയങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു. അതെന്താണ് യഹൂദ മര്യാദയും ജാതികളുടെ മര്യാദ? യഹൂദന്റെ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പറഞ്ഞിരിക്കുന്നതാണ് യഹൂദന്റെ മര്യാദ. ദൈവവചനം അല്ലെ ദൈവാത്മാവ് എന്ത് വ്യക്തമാക്കുന്നു അതിൽ നിന്ന് ലെഫ്റ്റ്, ഇടത്തോ വലത്തോട്ടോ മാറരുത്. അതാണ് യഹൂദന്റെ മര്യാദ. ജാതികളുടെ മര്യാദ എന്താണ്? കാര്യസാധക നയം. നുണ പറഞ്ഞ കാര്യം നടക്കുവാണെങ്കിൽ നുണ തെറ്റൽ. ഒരു കുറ്റകൃത്യം ചെയ്താൽ കാര്യം നടക്കുന്നെങ്കിൽ കുറ്റകൃത്യമല്ല. ഇതാണ് യഹൂദന്റെയും ജാതികളുടെ മര്യാദ തമ്മിലുള്ള അന്തരം. യഹൂദന്റെ മര്യാദയല്ല. യഹൂദന്റെ മര്യാദ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ദൈവാത്മാവ് പത്രോസിന് തന്നെയാണ് ആദ്യമായി വെളിപ്പെടുത്തിയത്. യഹൂദന് യവനും തമ്മിൽ അന്തരമില്ല. എന്നാൽ യെരുശലേമിൽ നിന്ന് പരിച്ഛേദനാവാദികൾ കടന്നു വന്നപ്പോൾ പത്രോസ് ഉടനെ കാര്യസാധക നയത്തിലേക്ക് അങ്ങ് മാറി. കാര്യസാധക നയം എന്ന് പറഞ്ഞാല് ഇവരെയും വെറുപ്പിക്കണ്ട, അവരെയും വെറുപ്പിക്കണ്ട, ആരെയും വെറുപ്പിക്കണ്ട, നമ്മളൊന്നും മിണ്ടണ്ട, അങ്ങ് മിണ്ടാതിരുന്നാ മതി, സത്യം ആരെങ്കിലും ഒക്കെ പ്രഖ്യാപിച്ചോട്ടെ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വേദപുസ്തകം പറയുന്ന ആ മര്യാദ വിട്ടിട്ട്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നുള്ള ആ മര്യാദ വിട്ടിട്ട് വിജാതിയരുടെ മര്യാദ എന്താണ്? എന്ത് വേണമെങ്കിലും ചെയ്യാം, കാര്യം നടക്കും. അതിനാണ് കാര്യസാധക നയം എന്ന് പറയും. എന്ത് ചെയ്താലും സാറേ, ശരിയെന്നോ തെറ്റോന്നോ ഒന്നുമില്ല, കാര്യം നടക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം അത് ചെയ്യുക. അതാണ് യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്ന എന്ത്? നിനക്കെല്ലാം അറിയാം, നിനക്കെല്ലാം വെളിപ്പെട്ട് തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എത്തിക്, നീതിശാസ്ത്രം, അത് വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട, ഈ യുഗത്തിലെ കൃപായുഗത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവാത്മാവ് ഉപയോഗിച്ച് നിന്നെയാണ് കേഫാവേ. ഒന്ന്, ഇത് യോയൽ പ്രവചനത്തിലുള്ള ആ പ്രവചനമാണ്. 2,
യഹൂദനും യവനനും തമ്മിൽ അന്തരമൊന്നുമില്ല. അപ്പൊ അതാണ് യഹൂദ മര്യാദ. ആ യഹൂദ മര്യാദ വിട്ടിട്ട് ജാതികളുടെ മര്യാദ പ്രകാരം കാര്യസാധക നയത്തിൽ പോയി കഴിഞ്ഞ് ഇനി ജാതികൾ വന്ന് പരിച്ഛേദന ഏൽക്കണമെന്ന് പറയുന്നത് അത് ശരിയാണ്. ദൈവവചനം വസ്തുനിഷ്ഠമായിട്ട് അറിയാവുന്ന ഒരുത്തൻ ആ വസ്തുനിഷ്ഠമായിട്ട് അറിയാവുന്നതും ആ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം ആദ്യമായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച വ്യക്തി ഇന്ന് ജാതികളുടെ കാര്യസാധക നയത്തിനനുസരിച്ച് നടന്നു കഴിഞ്ഞ് ജാതികളോട് യഹൂദന്റെ പരിച്ഛേദന ഏറ്റ് യഹൂദന്റെ ന്യായ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുക, അവിടെ സത്യത്തിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ പോകാൻ പാടില്ല, കാര്യസാധക നയം അവിടെ ഇല്ല എന്ന് പറയുന്നത് അത് ശരിയാണ്. അതാണ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുക. എന്ത് വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് പൗലോസിൽ കൂടെ പറയിപ്പിച്ചത്. യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം അല്ല, വസ്തുനിഷ്ഠമായിട്ട് അറിയാവുന്ന കാര്യം വിട്ടിട്ട് ജാതികളുടെ മര്യാദ പ്രകാരം അല്ലെങ്കിൽ ജാതികളുടെ കാര്യസാധക ഫിലോസഫിക്ക് അനുസരിച്ച് നീ ജീവിച്ചു കഴിഞ്ഞാൽ ജാതികളെ യഹൂദന്റെ മര്യാദ പഠിപ്പിക്കുന്നു. അത് എന്ത് ന്യായമാണ് ഇവിടെ ദൈവാത്മാവ് പൗലോസിനെ കുറിച്ച് ചോദിപ്പിക്കുന്നു. ലീഡേഴ്സിനും കറക്ഷന്റെ ആവശ്യമുണ്ട്. എന്നാൽ അത് ഞാൻ ഓർപ്പിക്കട്ടെ, അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോ ഒരു സഹോദരൻ പുൾപിറ്റിൽ നിന്ന് ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിലിരിക്കുന്ന ആരെങ്കിലും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുമെന്നെങ്കിൽ അത് സഭയെ ഡിസ്റ്റർബ് ചെയ്യുവാണ്. ആ തെറ്റിനെ തിരുത്തുന്നതിന് ചില പെരുമാറ്റച്ചട്ടങ്ങൾ, ആ പെരുമാറ്റച്ചട്ടത്തിന് അനുസരിച്ച് വേണം നാം ചെയ്യേണ്ടത്. ചില സമയത്ത് ലീഡേഴ്സിനെ പബ്ലിക്കലി തന്നെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ലീഡേഴ്സിനെ കറക്റ്റ് ചെയ്യേണ്ടത് ലീഡേഴ്സ് തന്നെയാണെന്നുള്ളത് ദൈവാത്മാവ് പെരുമാറ്റച്ചട്ടങ്ങളിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ക്രിസ്തു സഭയെ നയിക്കുന്ന ഒരാള് തെറ്റ് പഠിപ്പിക്കുമ്പോൾ അത് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മറ്റൊരു ലീഡർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ലീഡർ അതിന്റെ ശിക്ഷ അനുഭവിക്കും. മനുഷ്യന്റെ നീതിന്യായ നിയമങ്ങൾക്കനുസരിച്ച് ഒരാള് കൊലപാതകം ചെയ്യുമ്പോൾ കൊലപാതകത്തിന് പ്ലാൻ ചെയ്യുവാന്നും കൊലപാതകത്തിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നെന്നും ഒക്കെ അറിഞ്ഞിട്ടും ആ വ്യക്തിയെ കൊലപാതകത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല, ആ വ്യക്തിയെ കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ കുറ്റകൃത്യത്തെ കുറിച്ച് ആദ്യാന്തം അറിഞ്ഞിരുന്ന വ്യക്തിയെ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടാണ് മനുഷ്യന്റെ ലോ പറയുന്നത്. അങ്ങനെ ആ കുറ്റകൃത്യത്തിൽ ആക്ച്വൽ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത എത്രയോ പേരെ പിടിച്ച് ജയിലിലിടുന്നു, ശിക്ഷിക്കുന്നു. കൊലപാതകം നടത്തി എത്രയോ പുരുഷന്മാരുടെ ഭാര്യയെ ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവ് കൊലപാതകത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുവാണ്, ആയുധങ്ങൾ കളക്ട് ചെയ്യുവാണ്, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുവാണ് എന്നെല്ലാം കേട്ടപ്പോൾ ഭർത്താവിനെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചില്ല, മറ്റുള്ളവരോട് പറഞ്ഞ് ഭർത്താവിനെ അതിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചില്ല, പോലീസിനോട് റിപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ ചോദിക്കാതെ സാധ്യമാണോ? യെസ്, അത് സാധ്യമാണ്. 1960-കളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ ആർമിയിലുള്ള പാകിസ്ഥാന്റെ ചില ചാരന്മാർ, ചൈനയുടെ ചില ചാരന്മാർ സീക്രട്ടായിട്ട് പാകിസ്ഥാനെ ചൈനയെ വയർലെസ്സെ വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് മനസ്സിലായിട്ട് അവരുടെ സ്വന്തം ഭാര്യമാർ അവരുടെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തായിട്ട് നാം കാണുന്നു. ടോപ്പ് ഓഫീസേഴ്സിനെ വിളിച്ച് ഭർത്താവ് ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ഇന്നിടത്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഭർത്താക്കന്മാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച സംഭവങ്ങൾ 1960-കളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ നടക്കാറില്ല. കാരണം ഇന്ന് വയർലെസ് ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് ട്രേസ് ചെയ്യാൻ വേണ്ടി ഇക്വിപ്മെന്റ് ധാരാളമുണ്ട്. എക്സാക്ട്ലി ഏത് പൊസിഷനിൽ നിന്നാണ് ആ വയർലെസ് മെസ്സേജ് പോയെന്ന് വരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. 60-കളിൽ അതില്ലായിരുന്നു. 60-കളിൽ ഇന്ത്യ ഒറ്റിക്കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭർത്താക്കന്മാരെ പിടിപ്പിച്ച എക്സാമ്പിൾസ് ഉണ്ട്. കാരണം ഒന്ന്, അവര് ദേശദ്രോഹമാണ് ചെയ്യുന്നത്. 2, ദേശദ്രോഹം ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ട് പോലും ഭാര്യ അതിനെ ഒളിച്ചു വെച്ചാൽ നാളെ അവനെ പിടിക്കുമ്പോൾ ദേശദ്രോഹത്തിന്റെ കുറ്റത്തിൽ അവൾക്കും ശിക്ഷ ലഭിക്കും. മനുഷ്യന്റെ നീതിന്യായ പീഠങ്ങൾ അങ്ങനെ ഒരു കുറ്റത്തിന് കൂട്ടാളിയെ കാണുന്നെങ്കിൽ ദൈവത്തിന്റെ നീതിന്യായം അതിനേക്കാൾ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയില്ലെങ്കിൽ ശിക്ഷാവിധി നമുക്ക് ഉണ്ടാകും എന്ന് മറക്കാൻ പാടില്ല.
ഇന്ത്യയില് തെറ്റ് തിരുത്താൻ കുറച്ച് വിഷമമാണ്, പ്രത്യേകിച്ച് വേർപാടുകാരുടെ ഇടയ്ക്ക്. കാരണം നമ്മളെല്ലാം നൂഡിൽസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിവാഹ ബന്ധത്തിന്റെ കാരണം കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ട ആള് ചിലപ്പം അളിയന്റെ അളിയനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബന്ധം കാണും. എനിക്കിന്ന് ഓർമ്മയുണ്ട്, ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കാശിന്റെ മോഷണം നടന്നപ്പോൾ അതാരൊക്കെയാ മോഷ്ടിക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ എതിരെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്റെ ഒരു കസിൻ വിളിച്ച്, അയ്യോ അച്ചായ, അവരെ കുറിച്ചൊന്നും എഴുതരുത്, അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇന്ത്യ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊസൈറ്റിയാണ്. ഇവിടെ നമ്മളെല്ലാം നൂഡിൽസ് പോലെ വിവാഹ ബന്ധങ്ങളുടെ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് കിടക്കുകയാണ്. അതിന്റെ കാരണം കൊണ്ട് തെറ്റ് തിരുത്താൻ കുറച്ചുകൂടെ വിഷമമാണ്. എന്നാൽ തിരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ളവർ തിരുത്തണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ ദൈവജനം നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിലത് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10:34-35. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഒരു വാക്യമാണ്, റെഫറൻസ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 10:34-35. എന്നാൽ നമ്മൾ വായിക്കേണ്ട ഒരു വാക്യം റോമാലേഖനം 2:21-23 വരെയാണ്. റോമാലേഖനം 2:21-23 നാം വായിക്കുന്നത്, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ഇതായിരുന്നു ഗലാത്യയിലും മറ്റ് പലയിടത്തും നടന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തു സഭയിൽ ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ നമ്മിൽ ആരും കംഫർട്ട് സോൺ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം കൊണ്ട് ദുരുപദേശം കണ്ടിട്ടും കണ്ടിട്ടില്ലാത്ത എന്ന് നമ്മൾ നടിക്കാറുണ്ട്. അതിന് ശിക്ഷാവിധി ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. ഈ അധ്യായം 2 4 സെക്ഷൻ ഓർപ്പിക്കുന്നത് ക്രിസ്തു സഭയിലെ ഏറ്റവും ടോപ്പ് ആൻഡ് സീനിയർ ലീഡേഴ്സിന് പോലും ചില സമയത്ത് തിരുത്തൽ ആവശ്യമാണ്. അതുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിൽ നിന്ന് തിരുത്തൽ ചെയ്യേണ്ട ആളുകൾ തിരുത്തൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പത്രോസിന്റെ കൂടെ ശേഷ ആളുകളും ബർന്നബാസും കപടത്തിൽ പെട്ടുപോയത് അതുപോലെ ബാക്കി ക്രിസ്തു സഭയിലുള്ള എല്ലാവരും ഈ നായകന്മാരുടെ പുറകെ പോയി അവരവരുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ